നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 16-ാമത് അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗം. അതിനെ ആസ്പദമാക്കിക്കൊണ്ട് ദൈവീ സമ്പത്തിൻ്റെ സവിശേഷതകളെ ഒന്നൊന്നായിട്ട് നാം മഹാഭാരതത്തിലൂടെ പഠിക്കുകയായിരുന്നു. തേജ ക്ഷമ ധൃതി ശൗചം അദ്രോഹോ നാതിമാനിത ഭവന്തി സമ്പദം ദൈവീം അഭിജാതസ്യ ഭാരത. 16-ാമത് അധ്യായത്തിലെ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിലെ 3-ാമത് ശ്ലോകമാണിത്. അതിലെ തേജസ് എന്നുള്ളതായ ധർമ്മത്തെ നാം ഖാണ്ഡവദാഹ സന്ദർഭത്തിലൂടെ നേരിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അർജുനൻ്റെയും കൃഷ്ണൻ്റെയും ഹൃദയത്തിൽ പ്രകാശിച്ചു നിൽക്കുന്നതായ ആ ദൈവീ സമ്പത്ത് തേജസ് ജീവിതത്തിലെ അത്യധികം ഘോരങ്ങളായിരിക്കുന്ന പരീക്ഷണങ്ങളുടെ മുന്നിലും തെല്ലും കുലുങ്ങാതെ അതിനെ അഭിമുഖീകരിക്കുന്ന മനസ്സാന്നിധ്യം, അത് നാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കാണുകയായിരുന്നു. ഇനി അടുത്ത ദൈവീ സമ്പത്തിലേക്ക് പ്രവേശിക്കുകയായി. തേജ ക്ഷമ എന്നുള്ളത് മനസ്സിനെ പരിപൂർണമായും തൻ്റെ നിയന്ത്രണത്തിൽ വരുത്തിയ ആളുകൾക്ക് മാത്രമേ പൂർണ്ണമായും ലഭ്യമായി തീരുള്ളൂ. ആ ധർമ്മം തൻ്റെ നേരെ ഏതെല്ലാം പ്രകാരത്തിലുള്ള അപകാരങ്ങൾ മറ്റുള്ളവർ ചെയ്താലും അതിൻ്റെ പേരിൽ കോപിക്കാതെ, അതിൻ്റെ പേരിൽ തിരിച്ച് അങ്ങോട്ട് കടന്ന് ആക്രമിക്കാതെ അവരോട് ക്ഷമിക്കുവാനുള്ളതായ ആ മാനസികാവസ്ഥ, ഏത് അതിക്രമത്തെയും സഹിക്കുവാനുള്ളതായ മാനസികാവസ്ഥ എന്ന് മാത്രമല്ല, തന്നോട് അതിക്രമം കാണിച്ച ആളുകൾക്ക് വിപത്ത് വരുമ്പോഴേക്കും അവരെ സഹായിക്കാനുള്ള മാനസികാവസ്ഥ, അതാണ് ക്ഷമ എന്ന് പറയുന്നത്. അത് ദൈവീ സമ്പന്നന്റെ അത്യുത്തമമായ ധർമ്മങ്ങളിൽ ഒന്നാണ്. യുധിഷ്ഠിരന്റെ ക്ഷമാശക്തിയെ നമ്മൾ നേരത്തെ കുറേയേറെ ക്ലാസുകൾക്ക് മുമ്പിൽ കണ്ടു കഴിഞ്ഞു. പാണ്ഡവന്മാർ ചൂതൽ തോറ്റ് വനത്തിൽ വസിക്കുന്ന കാലത്ത് ദുര്യോധനാദികൾക്ക് ആഗ്രഹമുണ്ടായി പാണ്ഡവന്മാരവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് നേരിട്ട് കാണാൻ. എന്ന് മാത്രമല്ല, കൂട്ടത്തിൽ അവരെ അപായപ്പെടുത്താനും കാര്യമായി ചില തന്ത്രങ്ങൾ പ്രയോഗിക്കണം. അതിനു വേണ്ടിയിട്ട് സർവ്വവിധ സൈനിക സന്നാഹങ്ങളോടുകൂടി, എല്ലാ അലങ്കരണങ്ങളോടും കൂടി, രാജകീയമായ സർവ്വവിഭൂതികളോടും കൂടി ദുര്യോധനാദികൾ അവിടെ എഴുന്നള്ളി. ദുര്യോധനന്റെയും ദുശാസനന്റെയും കർണന്റെയും ശകുനിയുടെയും എല്ലാം പദ്ധതിയായിരുന്നു അത്. പാണ്ഡവന്മാർ പാർക്കുന്ന വനത്തിന് സമീപത്ത് അവർ എത്തിച്ചേർന്നു. അത് കഴിഞ്ഞിട്ട് പാണ്ഡവന്മാരുടെ വാസഗേഹത്തിന് നിന്ന് അധികം ദൂരെ അല്ലാതുള്ളതായൊരു തടാകമുണ്ട്. ആ തടാക തീരത്തേക്ക് തൻ്റെ സൈന്യങ്ങളെ മുഴുവൻ ദുര്യോധനൻ അയച്ചു. അവിടെ ചെന്ന് ആദ്യമേ തന്നെ അതിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കാൻ. പക്ഷെ അവരവിടെ ചെന്നപ്പോഴേക്കും കാലാവസ്ഥയിൽ ചില കുഴപ്പങ്ങളുണ്ടായി. എന്താ കാലാവസ്ഥ എന്ന് വെച്ചാൽ ചുറ്റുപാടുകൾ മാറിപ്പോയി. ആ തടാകത്തിൽ ഗന്ധർവന്മാർ വരുമായിരുന്നു. അവർ വലിയ സംഘങ്ങളായി അവിടെ വന്നു ചേർന്ന് ആ തടാകത്തിൽ സ്നാനം ചെയ്ത് തിരിച്ചു പോകുമായിരുന്നു. അങ്ങനെ ഒരു ഗന്ധർവൻ ചിത്രസേനൻ
വലിയ സൈനിക സന്നാഹവുമായിട്ട് ആ തടാകതീരത്ത് എത്തിയ സമയത്തായിരുന്നു കൗരവന്മാരുടെ സൈന്യവും അവിടെ എത്തിച്ചേർന്നത്. കൗരവന്മാരെ അവിടെ അതിക്രമം തുടങ്ങി. ഗന്ധർവന്മാരുടനെ തന്നെ തടഞ്ഞു. അത് ഭയങ്കരമായ യുദ്ധമായി. കൗരവപ്രമാണിയായ ദുര്യോധനൻ ഇതറിഞ്ഞ് ഉടനെ ഓടിയെത്തി. കർണനോടൊപ്പം ദുശാസനോടൊപ്പം വീരന്മാരായിരിക്കുന്ന കൗരവന്മാരോട് എല്ലാവരോടുമൊപ്പം ഗന്ധർവന്മാരോട് അവർ യുദ്ധം ചെയ്തു. ഗന്ധർവന്മാർ അതിശക്തമായിട്ട് ദുര്യോധനാദികളെ എതിർത്തു. ഘോരമായ യുദ്ധത്തിനൊടുവിൽ കൗരവാദികൾ പരാജയപ്പെട്ടു. എല്ലാ വീരന്മാരും തോറ്റു. കർണന് മാത്രം ഓടി രക്ഷപ്പെടാൻ പറ്റി. മറ്റാർക്കും സാധിച്ചില്ല. അവരെ മുഴുവൻ ഗന്ധർവന്മാര് പിടിച്ചുകെട്ടി. സൈന്യങ്ങളെയും പിടിച്ചുകെട്ടി. അവരെയെല്ലാം അങ്ങ് ഗന്ധർവലോകത്തിലേക്ക് കൊണ്ടുപോകാനായി തുടങ്ങുകയാണ്. ആ കൂട്ടത്തിൽ രക്ഷപ്പെട്ട, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ചില സൈനികർ നേരെ യുധിഷ്ഠിരന്റെ കുടീരത്തിലേക്ക് ഓടിയെത്തി. യുധിഷ്ഠിരനോട് കാര്യങ്ങൾ പറഞ്ഞു. മഹാരാജാവായ ദുര്യോധനൻ ഇപ്പോൾ വിപത്തിലാണ്. അദ്ദേഹം സഹായം അഭ്യർത്ഥിക്കുന്നു. എന്നെ രക്ഷിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു. ആ സന്ദേശം ഇവിടെ എത്തിക്കാനാണ് ഞങ്ങൾ വന്നത് എന്ന് അവർ അറിയിച്ചു. ആ അവസരത്തിൽ യുധിഷ്ഠിരൻ അവരെ സഹായിക്കാനായിട്ട് ഒരുങ്ങുന്നു. പാണ്ഡവന്മാരിപ്പോൾ കാട്ടിൽ കിടന്ന് നന്നേ കഷ്ടപ്പെടുകയാണ്. നാട്ടിൽ വെച്ച് അവർ അപമതിക്കപ്പെട്ടു. അവരുടെ രാജ്യം മുഴുവൻ അപഹരിക്കപ്പെട്ടു. പാഞ്ചാലി ഏറ്റവും ഭീഷണമായിട്ട്, ഭീകരമായിട്ട്, നിന്ദ്യമായിട്ട് അവമതിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് അവരെ കാട്ടിലേക്ക് 12 വർഷത്തേക്ക് അയച്ചിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ 1 വർഷത്തെ അജ്ഞാതവാസവുമുണ്ട്. ഇങ്ങനെ ഈ കാട്ടിലെ ദുരിതങ്ങളെല്ലാം പേറേണ്ടി വരുന്നത് ദുര്യോധനന്റെ ആ വഞ്ചന മൂലം. ആ ദുര്യോധനാണ് ഇപ്പോൾ ആപത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇത് കേട്ട ഭീമസേനനും മറ്റ് സഹോദരന്മാരും ജ്യേഷ്ഠൻ എന്താണ് പറയുന്നത് എന്നറിയാൻ ജ്യേഷ്ഠന്റെ മുഖത്ത് നോക്കി. അതേ ഉടനെ തന്നെ ഭീമാർജുനന്മാരോടും നകുല സഹദേവന്മാരോടും പറഞ്ഞു, നിങ്ങൾ ദുര്യോധനെ രക്ഷിക്കാനായിട്ട് എത്രയും വേഗം ഗന്ധർവന്റെ മുന്നിലേക്ക് പോകണം. ഗന്ധർവനോട് ആദ്യം നല്ല വാക്ക് പറയണം, ദുര്യോധനാദികളെ മടക്കി അയക്കാൻ. അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്തിട്ട് ദുര്യോധനാദികളെ മോചിപ്പിക്കണം. മഹാരാജാവായ യുധിഷ്ഠിരൻ അവരോട് പറഞ്ഞു. അപ്പോൾ ഭീമസേനൻ അദ്ദേഹത്തോട് പ്രതിഷേധിച്ചു. അദ്ദേഹത്തോട് ഭീമൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ നമ്മളാണ് ഈ കൗരവന്മാരെ ശിക്ഷിക്കേണ്ടത്. പക്ഷേ നമ്മൾ യാതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ വെറുതെ ഇരിക്കുകയാണ്. ഈ 13 വർഷത്തെ കഷ്ടപ്പാടും കഴിയട്ടെ എന്ന് കരുതി വെറുതെ ഇരിക്കുകയാണ്. 13 വർഷം കഴിഞ്ഞ് അങ്ങ് ചെന്നു കഴിഞ്ഞാൽ ദുര്യോധനൻ വാക്ക് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ചിട്ട് രാജ്യം തിരിച്ചു തരില്ല എന്നുറപ്പാണ്. അങ്ങനെ ഇരിക്കവേ ഇപ്പോഴേ തന്നെ ദുര്യോധനെ ശിക്ഷിച്ചിട്ട് ബലം കൊണ്ട് രാജ്യം വീണ്ടെടുക്കേണ്ടതാണ്. പക്ഷേ ജ്യേഷ്ഠൻ സമ്മതിക്കുന്നില്ല. ഏതായാലും നമ്മൾ ചെയ്യേണ്ട ജോലി ഇതുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും ഗന്ധർവൻ ചെയ്തല്ലോ. അതിനാൽ ഈ ദുര്യോധനാദികൾ ഗന്ധർവന്മാരുടെ തടവറയിൽ കിടന്ന് അനുഭവിക്കട്ടെ, അവരെ വിട്ടേക്കുക എന്ന് യുധിഷ്ഠിരനോട് ഭീമസേനൻ വ്യക്തമായും പറഞ്ഞു. അത് കേട്ടിട്ട് മുഴുവൻ കേട്ടിരുന്നിട്ട് യുധിഷ്ഠിരൻ ഭീമനോട് വ്യക്തമായി പറഞ്ഞു, ഈ അവസരത്തിൽ നാം ചെയ്യേണ്ടത് ഇതല്ല. നമ്മോട് ദുര്യോധനാദികൾ ചെയ്തതായിട്ടുള്ള അതിക്രമങ്ങൾ, വഞ്ചനകൾ വളരെയേറെ വലുതാണ്. ലോകത്തിൽ ആരും ചെയ്യാൻ തയ്യാറാകാത്തതാണ്. എങ്കിലും അയാളിപ്പോൾ ആപത്തിൽപ്പെട്ടുപോയിരിക്കുന്നു. നമ്മളോട് സഹായം അഭ്യർത്ഥിച്ചുമിരിക്കുന്നു. ആ നിലയ്ക്ക് നമ്മൾ ദുര്യോധനനെ രക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ശത്രുവിനോട് ക്ഷമിച്ച്, ശത്രുവിനെ സഹായിച്ച്, ശത്രുവിനോട്
ആ മിത്രഭാവത്തെ, ബന്ധുഭാവത്തെ പുനഃസ്ഥാപിച്ച് ശത്രുവിനെ അനുഗ്രഹിക്കുക എന്നുള്ളതായ വലിയൊരു സന്ദർഭം നമ്മുടെ കയ്യിൽ വന്നു ചേർന്നിരിക്കുകയാണ്. അല്ലയോ അനുജന്മാരെ, നിങ്ങളുടെ കരുത്തുകൊണ്ട് ദുര്യോധനൻ രക്ഷപ്പെട്ടു എന്ന് വരുമ്പോൾ ദുര്യോധനന് പോലും അത് നാണക്കേടായി പിന്നെ അനുഭവപ്പെടും. അപ്പോഴെങ്കിലും അയാൾക്ക് മനസ്സിന് മാറ്റമുണ്ടാകട്ടെ, സദ്ബുദ്ധി ഉദിക്കട്ടെ. അതിനാൽ ഇപ്പോൾ നാം അവരോട് മത്സരം കാണിക്കുകയല്ല വേണ്ടത്. അവർ ചെയ്തതെല്ലാം നാം ക്ഷമിക്കണം, അതെല്ലാം പൊറുക്കണം, അതെല്ലാം മറക്കണം. എന്നിട്ട് എത്രയും വേഗം അവരെ ഈ അപമാനത്തിൽ നിന്നിട്ടും വിപത്തിൽ നിന്നിട്ടും രക്ഷിക്കണം. അതിനുവേണ്ടി നിങ്ങൾ 4 പേരും ചെന്ന് ഗന്ധർവന്മാരോട് യുദ്ധം ചെയ്യുക. യുധിഷ്ഠിരൻ അവരോട് പറഞ്ഞു. ജ്യേഷ്ഠൻ അങ്ങനെ കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അനുജന്മാർക്ക് എതിരഭിപ്രായമില്ല. അവർ ഗന്ധർവന്മാരുടെ നേരെ ചെന്നു. ഗന്ധർവന്മാര് ഈ കൗരവന്മാരെ മുഴുവൻ പിടിച്ചുകെട്ടി ഗന്ധർവലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന തയ്യാറെടുപ്പിലാണ്. അവരെ തടഞ്ഞു. ജ്യേഷ്ഠന്റെ നിർദ്ദേശം അറിയിച്ചു. സഹോദരന്മാരാണ് ഇവരെല്ലാ പേരും, അവരെ ഉടനെ തന്നെ മോചിപ്പിക്കണം. ജ്യേഷ്ഠൻ പറഞ്ഞയച്ചതായിട്ട് അറിയിച്ചു. പക്ഷേ ഗന്ധർവൻ തയ്യാറായില്ല. തുടർന്ന് 4 സഹോദരന്മാരും കൂടി ഗന്ധർവനോടും ഗന്ധർവ സൈന്യത്തോടും യുദ്ധം ചെയ്തു, അവരെ തോൽപ്പിച്ചു. അങ്ങനെ കൗരവന്മാരെ മോചിപ്പിക്കുകയാണ്. ഗന്ധർവനെയും കൗരവാദികളെയും എല്ലാവരെയും കൂട്ടി അവരെല്ലാം പിടിച്ചുകെട്ടി നേരെ യുധിഷ്ഠിരന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഹാജരാക്കി. യുധിഷ്ഠിരൻ ഗന്ധർവാദികളെ സ്വതന്ത്രരാക്കി അവരെ അനുമോദിച്ച് തിരിച്ചയക്കുകയാണ്. എന്നിട്ട് ദുര്യോധനനെയും സ്വതന്ത്രനാക്കി, എല്ലാ കൗരവന്മാരെയും സ്വതന്ത്രരാക്കി, അവരെയും സസന്തോഷത്തോടു കൂടിയിട്ട് അവരെ അനുമോദിച്ച് അവർക്ക് ആശ്വാസമേകി, അവരുടെ ദുഃഖങ്ങൾക്കെല്ലാം നല്ല വാക്കുകൾ കൊണ്ട് പരിഹാരമേകി അവരെ തിരിച്ചയക്കുകയാണ്. ഇതാണ് ക്ഷമ എന്നുള്ളത്. തന്നോട് ചെയ്തിരിക്കുന്ന കൊടിയ അപരാധം പോലും മറന്ന് അങ്ങനെ തന്നെ ഉപദ്രവിച്ച ആളുകളെ അവർ വിപത്തിൽപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ രക്ഷിക്കുവാൻ തയ്യാറാവുക. അതാണ് ക്ഷമയെന്നുള്ളതായ ദൈവീ സമ്പത്ത്. മഹാഭാരതത്തിൽ ഇതിന് സദൃശമായ അനേകം സന്ദർഭങ്ങളുണ്ട്. ഈ കഥ നമ്മൾ നേരത്തെ വിസ്തരിച്ച് ചർച്ച ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അത് ഈ അവസരത്തിൽ ചുരുക്കത്തിൽ ഇങ്ങനെ ബോധ്യപ്പെടുത്തിയത്. ദൈവീ സമ്പത്തിൽപ്പെട്ടതായ ക്ഷമ എന്നുള്ളത് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും മൂർത്തമായിട്ട്. അങ്ങനെ ക്ഷമയെന്നുള്ളതായ ആ ദൈവീ സമ്പത്ത്. പിന്നെയോ ധൃതി ശൗചം അദ്രോഹം അഹങ്കാരരാഹിത്യം ഇവയൊക്കെയാണ് തുടർന്നു വരുന്നതായ ദൈവീ സമ്പത്തുകൾ. ധൃതി എന്ന് പറഞ്ഞാൽ ധൈര്യം. ഏതൊരു വിഷമസന്ധിയെയും അഭിമുഖീകരിക്കുന്നതായ ധൈര്യം, ബുദ്ധിയോടുകൂടി, വ്യക്തമായ ധാരണയോടുകൂടി, അറിവോടുകൂടി അതിനെ അഭിമുഖീകരിച്ച് അതിനെ ലംഘിക്കുന്നതായ മാനസികാവസ്ഥ, ഒന്നിൻ്റെ മുന്നിലും കീഴടങ്ങാത്ത മാനസികാവസ്ഥ. അതേപോലെ തന്നെ ശൗചം, മനസ്സിൻ്റെ പരിപൂർണമായിരിക്കുന്ന ശുദ്ധി. ശുദ്ധമായ സാത്വിക ഗുണം മനസ്സിൽ നിറയുമ്പോഴാണ്, കാരണശരീരത്തിൽ സാത്വിക ഗുണം പൂർണ്ണതയെ കൈവരിക്കുമ്പോഴാണ് ആ ഒരു ദൈവീ സമ്പത്ത് ഏതൊരു മനുഷ്യനെയും ഉത്കർഷത്തിലേക്ക് നയിക്കുക. അതിനാണ് ശൗചം എന്ന് പറയുന്നത്. ധൃതിയും ശൗചവും കൂടി ഒരൊറ്റ കഥയിലൂടെ ഈ അവസരത്തിൽ എല്ലാവരുടെയും മുന്നിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു.